വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് കളിത്തമാശകൾ ആരംഭിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിലെ കുടുംബാധിപത്യം ഒരു തലമുറ കാലത്തേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചതിലുള്ള സന്തോഷത്തോടെ. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിലുള്ള പ്രസിഡന്റിൻ്റെ മകനെ തിരഞ്ഞെടുക്കണമെന്ന് ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി നിലവിലുള്ള പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. For the first time, the Congress Working Committee unanimously unanimously recommended to the Congress President, this is our wish, this is our strong feeling, please take the follow-up actions. എന്ന് വെച്ച് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമേയം കിട്ടിയ ഉടൻ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ പിടിച്ച് പ്രസിഡന്റ് ആക്കില്ല കേട്ടോ. അത് ജനാധിപത്യ രീതിയല്ലല്ലോ. No. Not Congress President will not nominate a Congress President. She is a democratic leader. It is a working committee at the AICC will have to take a decision. So that is why we first time till today it was only speculation. I agree. There was strong speculation throughout the country, the media, party circuits. First time the entire Congress working committee met today and unanimously decided to recommend to the Congress President. So I am sure, we are sure that our unanimous recommendations will get proper attention. അപ്പോൾ ഇതുവരെ അതൊരു ഊഹാപോഹം മാത്രമായിരുന്നു. ഏത്? കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ് എന്ന കാര്യം. ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഔപചാരികമായി അത് അംഗീകരിച്ചിരിക്കുന്നു. It is a collective recommendation of the entire Congress working committee. No. It is a collective recommendation of the Congress working committee. A unanimous resolution. ആ പാർട്ടിയുടെ പ്രസിഡന്റ് പദവി ഒരു കുടുംബത്തിന് വേണ്ടി സംവരണം ചെയ്തിരിക്കുകയാണെന്ന് അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി സമ്മതിക്കുമ്പോൾ പൊളിമിക്സ് എന്തിന് തർക്കിക്കാൻ നിൽക്കണം? ഒരു തർക്കവുമില്ല. പിന്നെ കേരളത്തിലെ കാര്യത്തിലാണെങ്കിൽ ആർക്കും തർക്കിക്കേണ്ട കാര്യവുമില്ല. പാർട്ടി കെട്ടിപ്പടുക്കാനായി സുധീരൻജി കേരളം മുഴുവൻ പാഞ്ഞു നടക്കുകയല്ലേ. ഞാനിവിടെ വന്ന് നേരെ തൃശ്ശൂർക്ക് പോവുകയാണ്. ഇന്നലെ വടക്കഞ്ചേരി സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായി പ്രതികരിച്ച നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായിട്ടാണ് അവിടെ പോലീസ് കൈകാര്യം ചെയ്തത്. സമരം ചെയ്തവരെ അവരെന്തെങ്കിലും അപാകത ചെയ്താൽ അത് തടയുന്നത് മനസ്സിലാക്കാം. മറിച്ച് അവരെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. അതിൽ 4 പേര് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. അവരെ കാണണം. അവരെ എത്രയും പെട്ടെന്ന് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റണമെന്നാണ് പൊളിമിക്സിന്റെ അഭിപ്രായം. ഒന്നിലേറെ നിലയുള്ള ആശുപത്രികളിൽ കോൺഗ്രസുകാരെ കിടത്തുന്നത് റിസ്ക്. നടപടിയായിട്ടില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററോട് പറഞ്ഞിട്ടാളാ ഇരുവാളാ ഇവിടെ ഇതുവരെയായിട്ട് ഒരു നടപടിയായിട്ടില്ല. ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ചെറിയ ഇറങ്ങണ്ട. നിങ്ങൾ
ഇതാണ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കോൺഗ്രസുകാർ കയറിയാലുള്ള സ്ഥിതി. ഇതിനു പക്ഷേ LDF സർക്കാരിനെയോ കടകംപള്ളി സുരേന്ദ്രനെയോ കുറ്റപ്പെടുത്താൻ പൊളിമിക്സ് തയ്യാറല്ല കേട്ടോ. ലിഫ്റ്റിൽ കയറിയത് KPCC പ്രസിഡന്റാണ്. തൃശ്ശൂരിലാണ് സംഭവം. തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് 90-ലേറെ ഭാരവാഹികളുണ്ട്. അപ്പോൾ ആ ലിഫ്റ്റിൽ എത്രയാളുണ്ടാവും എന്ന് ആലോചിച്ചാൽ മതിയല്ലോ. എന്തിനു പാവം ലിഫ്റ്റിനെ കുറ്റപ്പെടുത്തണം? പട്ടിണിക്കാരന് ചക്കപ്പുഴുക്ക് കിട്ടിയ സന്തോഷമാണ് ഇപ്പോൾ കോൺഗ്രസുകാർക്ക്. ഒരു കേസിൽ വിവിധ തരം അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം. ഈ കേസ് അട്ടിമറിക്കപ്പെട്ട ചില ആളുകൾക്കെതിരായുള്ള അന്വേഷണം. ആ അന്വേഷണം ഒന്ന് രാമംഗലം CIയാണ്. രണ്ടാമത് ഈ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർത്ത വടക്കാഞ്ചേരിയിലെ അഭിഭാഷക വസന്ത എന്ന് പറഞ്ഞ വക്കീലാണ്. എനിക്ക് മനസ്സിലാകുന്നത് ഈ വക്കീൽ ആഗസ്റ്റ് മാസം 17-ാം തീയതി ഇവരുടെ ഓഫീസിൽ വെച്ച് 3 വടക്കാഞ്ചേരിയിലെ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് മനോജ്, മധു അമ്പലപുരം, അരവിന്ദാശൻ എന്നിവരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും അതിനുശേഷം ഇതേ ആളുകൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയി CIയുടെ നേതൃത്വത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും നിരവധിയായ പേപ്പറുകൾ ഒപ്പിടിച്ച് വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വൈറ്റ് പേപ്പറിൽ ഒപ്പിടിച്ച് വാങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന രേഖകൾ കാണിക്കാൻ വേണ്ടി നിരവധി വൗച്ചറുകളിൽ ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി MLA നേരത്തെ തന്നെ ഈ കേസിൽ ഇടപെട്ടയാളാണ് കേട്ടോ. സംഗതി പുറത്തു കൊണ്ടുവന്നില്ലെങ്കിലും തെളിവുകളൊക്കെ അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വ്യക്തമായ തെളിവുകളുള്ളതാണ്. അതുകൊണ്ട് ഈ ഗൂഢാലോചന രണ്ടായി അന്വേഷിക്കണം. ഈ ഗൂഢാലോചനയിൽ CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അദ്ദേഹത്തിന് കൂട്ടുപ്രതിയുടെ പേര് പറഞ്ഞപ്പോൾ, കൂട്ടുപ്രതിയുടെ പേര് കൂടുതൽ കുപ്രസിദ്ധമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തെ കുറ്റവിചാരമാണ് ഇന്നലെ ഈ ഇരയുടെ പേര് പറഞ്ഞതിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടറിയേക്കാൾ ഉപരിയായി കേരളം കണ്ട ഏറ്റവും നല്ല സ്പീക്കർമാരിൽ ഒരാളെന്ന് ശ്രീ പിണറായി വിജയൻ പോലും നിയമസഭയിൽ പാടിപ്പുകഴ്ത്തിയ ശ്രീ K. രാധാകൃഷ്ണൻ കൂടി ഉൾപ്പെട്ട ഈ ഗൂഢാലോചന കേരളത്തിൻ്റെ DGP നേരിട്ട് അന്വേഷിക്കണം. കേരളത്തിൻ്റെ DGP ലോക്നാഥ് ബെഹ്റയാണെന്നും ഇതിലും വലിയ തരികിടകൾ അന്വേഷിച്ച് അധികാരികൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തയാളാണ് അദ്ദേഹമെന്നും ഈ കോൺഗ്രസ്സുകാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? എന്നാൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ന പോലെ ഇതിനും ഒരു മറുവശമുണ്ട്. മറുവശം എന്നാൽ UDF വശം. 2014 നടന്നൊരു സംഭവം ഇപ്പോൾ ഒരു പരാതിയായി വന്ന് വടക്കാഞ്ചേരിയിലുള്ള സംഭവം. അതിന്റെ പേരിലാണിപ്പോൾ ദ്രൗപദിമാർ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അവരുടെ കാലത്ത് നടന്നതാണിത്, UDFന്റെ കാലത്ത്. ഇത് കേരളമാണ് എന്നതിന് കൂടുതൽ തെളിവ് ആവശ്യമില്ലല്ലോ. ഈ നാട്ടിൽ ഒരു സംഭവം കേട്ടാൽ അത് LDF കാലത്തുണ്ടായതാണോ UDF കാലത്തുണ്ടായതാണോ എന്ന് ആദ്യം അന്വേഷിക്കണം. എന്നിട്ട് വേണം നിലപാടെടുക്കാൻ. പൊളിമിക്സ് ഏതായാലും ഇപ്പോൾ ഒരു ഇടവേള എടുക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് സംഗതിയുടെ ഇടതുവശം പരിശോധിക്കാം. രാഹുൽജി പ്രസിഡന്റായി വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിന് യുവത്വം കൈവന്നു കഴിഞ്ഞു കേട്ടോ. പാർട്ടി ഇപ്പോൾ സമരമുഖത്താണ്, സമരമുഖത്ത്. നമ്മുടെ KPCCയുടെ സമാരാധനായ അധ്യക്ഷൻ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കനുസൃതമായി സഫലമാക്കിക്കൊണ്ട് അദ്ദേഹം വേദിയിൽ എത്തിച്ചേർന്നു. KC വേണുഗോപാൽ കൂട്ടനിരാഹാര സമരം നടത്തുന്നത് കായംകുളത്താണ്. കായംകുളം ആകെ കുളമായി കിടക്കുകയാണ്.
കായംകുളം അക്രമികളുടെയും ലഹരി ഉപഭോഗം നടത്തുന്നവരുടെയും മാഫിയ സംഘങ്ങളുടെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെയും താണ്ഡവ നൃത്തം നടത്തി അവർ നടത്തുന്ന കിരാതമായ നടപടികൾക്ക് എതിരെയാണ് ഈ കൂട്ട സത്യാഗ്രഹം. കായംകുളം അത്രയങ്ങ് കുളമായോ എന്ന് സംശയിക്കുന്നവർ ആ നാട്ടിലെ വിശേഷങ്ങളൊന്ന് കേട്ടു നോക്കണം. കേൾക്കുമ്പോൾ എന്ന് മുതലാണ് ഇത് തുടങ്ങിയത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്കറിയാം, കായംകുളത്തെ ഈ അടുത്ത സംഭവവികാസങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം ഗുണ്ടാപിരിവ് ചോദിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ആക്രമണങ്ങളാണ് എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പുരോഗമനപരമായി ചിന്തിക്കേണ്ട ഒരു യുവജന പ്രസ്ഥാനം അവരുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു വ്യാപാരശാലയിൽ ചെന്ന് പണം ചോദിക്കുന്നു. ചോദിച്ചത് കിട്ടാതെ വരുമ്പോൾ ആ വ്യാപാരശാല അടിച്ചു തകർക്കുന്നു. പിറ്റേ ദിവസം അതിന്റെ പ്രതികളെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പ്രതികളായി സംശയിക്കുന്നവരെ പിടിച്ചുകൊണ്ടുവന്നാൽ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ നേതാക്കളൊന്നും പിന്നണിയിൽ നിന്നല്ല, മുൻനിരയിൽ നിന്നുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പറഞ്ഞ സംഘടന DYFI എന്ന സംഘടന ഏതാണ് എന്ന കാര്യം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയല്ല. CPIMന്റെ ഒരു അനുബന്ധ സംഘടനയായിട്ടല്ല DYFI പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും കായംകുളത്തെ കുളമാക്കുന്നത്? ആരായിരിക്കും ഈ ഗുണ്ടാ മാഫിയ സംഘത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നത്? ചില സാമ്പത്തിക സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ എന്ന പേരിൽ മഹത്തായ പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സുഹൃത കിരൺ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സ്ഥാപനം 2 കൊട്ടേഷൻ സംഘത്തെ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഞാൻ എടുത്തു പറയാം, ഞാൻ ഈ പറയുന്നത് വിരുദ്ധമാണെങ്കിൽ നിയമപരമായി നടപടി എന്റെ പേരിൽ സ്വീകരിക്കട്ടെ. ഞാൻ അതിന് തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. 2 ക്ലബ്ബുകളുടെ പേരിൽ, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, ഫുട്ബോൾ ക്ലബ്ബുണ്ട്, ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, അത്ലറ്റിക്സിന് വേണ്ടിയുള്ള ക്ലബ്ബുകളുണ്ട്, കബഡി ക്ലബ്ബുണ്ട്. വളരെ സന്തോഷം. പക്ഷേ കൊട്ടേഷൻ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ഇതാദ്യമാണ് അത് സ്പോൺസർ ചെയ്യുന്നത്. എന്താ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു കരാർ സ്ഥാപനം. ആ കരാറ് സ്ഥാപനത്തിന് കൊട്ടേഷന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയും. അത് DCC പ്രസിഡന്റിന്റെ സിദ്ധാന്തം. എന്നാൽ KPCC പ്രസിഡന്റ് വ്യാഖ്യാനിക്കുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു കാലത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് അവകാശപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതിന്റെ ഭാഗമായിട്ടുള്ള, അതിന്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന CPMലെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെയാണ് കൊട്ടേഷൻ സംഘങ്ങളായി മാറുന്നത്. കൊട്ടേഷൻ സംഘങ്ങൾക്ക് സർവ്വ പിന്തുണയും കൊടുക്കുന്നത്, സംരക്ഷണം കൊടുക്കുന്നത്, അവരെ നയിക്കുന്നത് അവർ തന്നെയാണ് ഏറ്റവും വലിയ സ്ത്രീ പീഡകരായി മാറുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തവർ, അത്രയൊക്കെ മോശമാണോ CPM എന്ന് സംശയിക്കുന്നവർ, ഇതാ ഈ അഭിപ്രായം കൂടിയൊന്ന് കേട്ടു നോക്കണം. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലോട്ടും കടന്നിരിക്കുകയാണ് ഈ സുഖേട്. ഒരിക്കലും കടക്കത്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങളുടെ പാർട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വരുന്നു. അതാണ് 2 ദിവസം നടപടിയെടുക്കും. സംശയം വേണ്ട. ഇതൊന്നും ഇല്ലാത്ത പാർട്ടി ഇവിടെ ഇത് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. CPMും കോൺഗ്രസും മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിടവേളയിലേക്ക് കിടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഈ നാട് സുന്ദരമാക്കാനുള്ള പണിയാണ്. ശനി ബാധിച്ച കാലമാണെങ്കിലും കേരളത്തിൻ്റെ മുഖം മിനുക്കിയെടുക്കാൻ ഒരാളെങ്കിലും കഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് ഒരു സമാധാനം. മറ്റാരുമല്ല, നമ്മുടെ സുധാകരൻ സഖാവ് തന്നെ. വൃത്തിയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ പൂമുഖമാണ് റോഡ്. നമ്മുടെ വീടിൻ്റെ പൂമുഖം പോലെയാണ്. നമ്മൾ പൂമുഖത്ത് ചാണകം കോരിയിടുവോ അല്ലെങ്കിൽ അമേദ്യം കോരിയിടുവോ? അപ്പോൾ നമ്മുടെ റോഡിലൊക്കെ എന്താ കാണുന്നത്? എന്താ അവിടെ നടക്കുന്നത്? എന്താണ് നടക്കുന്നത് എന്നറിയണമെങ്കിൽ സുധാകരൻ സഖാവ് ചെയ്യുന്നത് പോലെ സദാ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ അതൊക്കെ കാണാൻ പറ്റും. അല്പം ആരുടെയും വണ്ടി കൊണ്ടുകൂടെ വെച്ചത് 3-4 ദിവസം വെച്ചു. അപ്പോൾ അടുത്ത വണ്ടി വെച്ചു. പിന്നെ ആർക്കും നടക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ റോഡ്. അല്ലെങ്കിൽ കല്ലോ കട്ടയോ കരിക്കല്ലോ ഇറക്കി വെക്കും. ഒന്നുമില്ലെങ്കിൽ പാട്ടയും
ഒളിഞ്ഞ കുപ്പിയും കൂടെ വാരി കൊണ്ടിട്ട് ബിസിനസ് നടത്തുകയാണ്. 10 പൈസ ചിലവില്ലല്ലോ, ലൈസൻസ് ഒന്നും വേണ്ടല്ലോ, റോഡ് കിടത്തുകയാണ്. കേരളം മൊത്തം നടത്തുകയാണ്. ഇത് നടത്തിയിട്ടാണ് നമ്മളിപ്പുറത്ത് മനോഹരമായ കേരളത്തെ പറ്റി ഘോരഘോര മൈതാന പ്രസിദ്ധം. എന്ത് മനോഹരമായ കേരളം, ഒന്നും ഉണ്ടാകാൻ പോണില്ല. റോഡിൽ ഇതെല്ലാം വാരിക്കൂട്ടിയ നാട്ടിലാണ് മനോഹരമായ കേരളം ഉണ്ടാവുക. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇത് പറയുന്നത്. സ്വന്തം നാട്ടിലെ റോഡ് മനോഹരമാക്കിയതിൻ്റെ അനുഭവത്തിൽ നിന്ന്. ഇവിടെ നാഷണൽ ഹൈവേയിൽ പുന്നപ്പുറം മാർക്കറ്റുണ്ട്, നാഷണൽ ഹൈവേയിലാണ്. ആ മാർക്കറ്റിൽ കൂടെ നടക്കാനേ ഒക്കെ ഇല്ല, അങ്ങ് ചെളി കുത്തി അങ്ങ് നാശമായി കിടക്കാൻ. അവിടെ ഏതാണ്ട് 1 കോടി രൂപ മുടക്കി 70 മീറ്റർ നീളത്തിലും 35 മീറ്റർ വീതിയിലും ആ റോഡ് മുഴുവൻ ടൈൽസ് ഇട്ടു മനോഹര. ഞാൻ രാത്രി 11 അതിലെ പോകുമ്പോൾ എന്താ കാണുക, വടക്കേണ്ടൊക്കെ ലോറി എല്ലാം പാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 കോടി രൂപ മുടക്കി സർക്കാർ പടഞ്ഞ മുകളിൽ ആ പോലീസ് സ്റ്റേഷൻ നേരെ പോകുമ്പോൾ SIക്ക് ഒരു വിഷമമില്ല, ആ പഞ്ചായത്തിന് വിഷമം, ആർക്കും ഒരു വിഷമമില്ല. ഇതാണ് കേരളം. പഞ്ചായത്ത് പ്രസിഡന്റ് നോട്ടീസ് കൊടുക്കണ്ടേ ഇതിന്? അവിടെ വൃത്തികേടായി കടന്നുകൊണ്ടിരുന്ന സർക്കാർ പണം മുടക്കിയത്. അപ്പം നമുക്കൊരാലോചന, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടിയാണ്? വടക്കേന്ത്യൻ ഗോസായിമാരുടെ ചരക്ക് ലോറി ഇടാനോ? ആ ചരക്ക് ലോറിക്കാരെയും അതിൻ്റെ മുതലാളിമാരായ ഗോസായിമാരെയും ഒരു പാഠം പഠിപ്പിച്ചു കേട്ടോ, അത് വേറെ കാര്യം. പുന്നപ്രളയക്കാരൻ ഞാൻ ഒരു വാക്ക് കൂടെ പറയാം. ഞാൻ വരുമ്പോൾ 15 വരുമ്പോൾ 5 ലോറി ഇട്ടിരിക്കുകയാണ്. ഞാൻ SIയെ വിളിച്ച് വരുത്തി, എല്ലാം വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കോപ്പറേറ്റ് ഇടാൻ പറഞ്ഞു, കൊണ്ടിട്ട് കേസെടുക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ SIയെ വിളിച്ചിട്ട് പറയുക, സാറേ ഇത് ഉത്തർപ്രദേശിലെയാണ്, കേസെടുത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണ്ട്. ഇങ്ങനെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരണം, അതിനാ കേസെടുക്കാൻ പറഞ്ഞത് കേട്ടോ. കേസിന് വരണം, അല്ലാതെ ചരക്കുമായി കേരളത്തിലേക്ക് ലോറി ഓടിച്ച് വരണ്ട. അങ്ങനെ വന്നാൽ കേരളത്തിൽ എവിടെയെങ്കിലും ഇതൊന്ന് ഒതുക്കി നിർത്തേണ്ടി വരില്ലേ? അങ്ങനെ ഒതുക്കി നിർത്തിയാൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കണ്ണിൽ പെടില്ലേ? ഏതൊരു വ്യക്തിക്കും ഏതൊരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പോലീസിന് മാത്രമല്ല, എ സിറ്റിസൺ ക്യാൻ അറസ്റ്റ് എ കൾപ്രിറ്റ്, എ ക്രിമിനൽ. നിയമമുണ്ട്. ഞാൻ ലോ പഠിച്ചുകൊണ്ടുകൂടിയാണ് പറയുക. അറസ്റ്റ് ചെയ്ത് 30 ദിവസം വെച്ചേക്കാം, അറസ്റ്റ് ചെയ്ത് അപ്പോഴേ പോലീസിനെ ഏൽപ്പിച്ചേക്കണം. അതിന് റൈറ്റ് ഉണ്ട് പൗരന്. ഒരു കൊലപാതകം എന്ന് പറഞ്ഞ ഓടുകയാണ്, പോലീസില്ല. നമുക്ക് പിടിക്കാതെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നതിന് വരെ അയാൾ അണ്ടർ കസ്റ്റഡി തന്നെയാണ്. പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ അധികാരം സുധാകരൻ സഖാവ് ഇപ്പോൾ പറഞ്ഞു തന്ന ഭരണഘടനാദത്തമായ അധികാരം ആളുകൾ അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യാൻ കൂടി ഉപയോഗിച്ചാൽ ആകെ ഹരമായിരിക്കും. ജനങ്ങൾ, നമ്മുടെ പൈസ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നില്ല. 100 രൂപ പീഡപ്പിടിക്ക് കൊടുത്താൽ 50 രൂപ പോലും ഇറങ്ങുന്നില്ല. ചിലപ്പോൾ 40 ഇറങ്ങുന്നത്. അപൂർവമായിട്ടാണ് 50 രൂപ ഇറങ്ങുന്നത്. ബാക്കി 50 രൂപ എങ്ങോട്ടാണ് പോണേ? അതെങ്ങോട്ടാണ് പോണതെന്ന് ആ റോഡ് പണിയിൽ ബന്ധപ്പെട്ടവരുടെ സ്വത്ത് നോക്കിയാൽ മതി. അവരുണ്ടാക്കി വെച്ച വീടുകൾ, അവർ വാങ്ങിച്ചത് പുരയിടങ്ങൾ, അവരുടെ ബിസിനസ്സുകൾ നോക്കിയാൽ മതി. ഈ സുധാകരൻ സഖാവ് ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയണ്ടേ? ഓടകൾ നിർബന്ധമായിട്ടാണ്. വീതിയുള്ള എല്ലാ റോഡിലും ഓട വേണം, അല്ലാതെ ഗ്രാമീണ റോഡ് ഓട വേണമെന്ന് ഞാൻ പറയുന്നത്. റോഡ് കാണത്തില്ല. ആ ഓട റോഡിനേക്കാൾ 2 അടി പൊക്കത്തില്ല ഇപ്പം നിർമ്മിക്കുന്നത്. പൊക്കത്തില്ല. പല ഓടയും ഇങ്ങനെ തലകുത്തി കിടക്കും. ചിലടത്ത് ഓടയെ കാണത്തില്ല. ഞാൻ നീരസയെ പറഞ്ഞതുപോലെ മുതല വായും പൊളിച്ചിരിക്കുന്നതിലേക്ക് ഓട ഇങ്ങനെ ഇരിക്കും. വായു പൊളിച്ച് ഭയങ്കര നാറ്റമായിരിക്കും. കാരണം ഓടയിലെ നാറ്റം. മറ്റേത് മുതലയുടെ വായിലാണെങ്കിൽ അതിന് പകരം ഇവിടെ ഓടയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ എഞ്ചിനീയർമാർ നിർമ്മിക്കുന്നത്. ഇങ്ങനെയെല്ലാം നടക്കുന്നത് കാണുമ്പോൾ ആരും ഇടപെടാത്തത് കൊണ്ടാണ് ഇതെല്ലാം തുടരുന്നത്. പഞ്ചായത്ത് അനങ്ങില്ല, മുനിസിപ്പാലിറ്റി അനങ്ങത്തില്ല, ആരും അനങ്ങത്തില്ല. എല്ലാവരും അങ്ങ് പരാതി പറയുകയാണ്. അങ്ങ് പരാതിക്കാരാണ്. റോഡ് നിർമ്മിക്കുമ്പോൾ അഴിമതി കൊണ്ട് മിണ്ടത്തില്ല. എല്ലാം കഴിയുമ്പം പറയുകയാണ് മഹാമോശമായി പോയി, അത് ആദ്യം അവസാനിപ്പിക്കണം. ആത്മാർത്ഥയുടെ തരുമുണ്ടെങ്കിൽ റോഡ് നിർമ്മിക്കുമ്പോൾ ഇടപെടണം. ആർക്കും ഇടപെടും, പൗരൻ ഇടപെടാം. എന്താ ഇടപെട്ടാൽ? പഞ്ചായത്ത് പ്രസിഡന്റ് 1-ാം തീയതി നിർത്തിവെപ്പിക്കാതെ ഗവൺമെന്റിനോട് പറയാം, ഞങ്ങൾ അന്വേഷിക്കും. ഇടപെടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ അങ്ങ് ഇടപെട്ടാൽ മതി.
ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കാർ മൊത്തം നാട് നശിപ്പിച്ചിരിക്കുക. ആപ്പിൾ സപ്പർത്തങ്ങളുണ്ട്, വായിലോട്ട് വെള്ളം കൂടി എടുക്കണമല്ല എഞ്ചിനീയർ. ഹൈവേയുടെ നടുക്ക് പോയത് ഹൈവേയിലോട്ട് കയറുകയാണ് കുളം, മതിലാക്കളോടം പോലെയാണ്. മാനമില്ല എഞ്ചിനീയറുമായിട്ട് ഒപ്പിട്ട് നടക്കാൻ. മാനോ വേണ്ട. ഈ വെള്ളക്കെട്ടൊക്കെ ഇപ്പോൾ വലിച്ചോണം, 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം വലിച്ചോണം, റോഡ് പൂർവ്വസ്ഥയിലാക്കണം. ഇല്ലെങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ തനിനിറം കാണിക്കും. അത്രയേ ഉള്ളൂ. ഇത് റോഡായിക്കോട്ടെ, പഴയ റോഡ് പുനഃസ്ഥാപിക്കണം കേട്ടോ. അങ്ങനെ അങ്ങ് ഇടപെട്ടാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. ഇത് പൊതുജനങ്ങളോടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തടയാം, നിങ്ങൾ തടയണം. അങ്ങനെയുള്ള അഴിമതികൾ എവിടെയും തടഞ്ഞോണം. എൻ്റെ 5 വർഷം നിങ്ങൾ തടഞ്ഞോണം. 1 മണിക്കൂർ തടഞ്ഞാൽ മതി, ഇടപെട്ടിട്ട് അപ്പം റിലീസ് ചെയ്തേക്കാം. റോഡ് പണി അവിടെ നടക്കും. പക്ഷേ ഇത് കേരളമാണല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന കോൺഗ്രസുകാർ സുധാകരൻ സഖാവിനെയാണ് തടയാൻ നോക്കിയത്. അറിയാനോ അങ്ങനെ അറിയാൻ കാറക്കറി പോവാ. ഇത് നിങ്ങളുടെ സഹായത്തോടെ ഇവിടെ അന്വേഷണം നിങ്ങൾക്ക് അറിയത്തില്ലേ? സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, നോക്കിക്കൊണ്ട് നിൽക്കുക. ഇത് ഞങ്ങള് ഡിവൈഎഫ്ഐ CPI ഇടതുപക്ഷക്കാർ ഇറങ്ങിയ ഉണ്ടെങ്കിൽ പോലീസ് ഇഷ്ടം പോലെ പോലീസുകാർക്ക് പിടിക്കാമായിരുന്നു. അവരെ 3 പേരെ ഉണ്ടായിരുന്നു. പാവം LDF പ്രവർത്തകർ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പോലും അവർക്കോ അവരുടെ നേതാക്കൾക്കോ കേരള പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല. ഇത്രയും നിഷ്പക്ഷമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്ന് പിണറായി വിജയൻ സഖാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.